ഹലോ ഹായ്, വെൽക്കം ടു ആദ്യാസ് വ്ളോഗ്. ആദ്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാ കണ്ടല്ലോ, ഫ്ലവർ വേസ്, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെറും വൈറ്റ് പേപ്പേഴ്സ് മാത്രം മതി. പിന്നെ വേണ്ടത് ഒരു ബോട്ടിൽ, ഇതാ ഇതേപോലത്തെ ഒരു ബോട്ടിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ബോട്ടിലായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ വൈറ്റ് പേപ്പറിൽ നമ്മൾ സർക്കിൾസ് കട്ട് ചെയ്യണം. ഒരു 9 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന സർക്കിൾസാണ് വേണ്ടത്. അങ്ങനെ ഒരു നിയർലി ഒരു 40 സർക്കിൾസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനെ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു ഫോൾഡ് ഇതേപോലെ ഫോൾഡ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഒരു ഫോൾഡൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇനി 1 2 3 ഒരു ഫോൾഡൂടെ, അങ്ങനെ 3 ഫോൾഡാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. ഇനി ഈ ഒരു കോൺ ഷേപ്പ് പോലത്തെ ഈ പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് ഒരു കർവ് ലൈൻ വരയ്ക്കണം. നല്ല കറക്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ച് വരയ്ക്കുന്നത്. ഇതില്ലാതെ നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ചരിച്ച് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഈ അറ്റത്ത് ഒരു സ്ലാൻറ്റിങ് ആയിട്ട് നമുക്ക് ഒരു കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ആ വരച്ച കർവ് ലൈൻ ഉണ്ടല്ലോ, അതുവരെ നീളത്തിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ. ഇനി നമ്മളതിനെ ഇങ്ങനെ ബാക്കിലാക്കിയിട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ അറ്റം ചരിച്ച് കട്ട് ചെയ്യുക, സ്ലാൻഡ് ചെയ്യുക. എന്നിട്ട് അടുത്തതും ഒരു ലെയർ കൂടെ അതുപോലെ കട്ട് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ആ പേപ്പർ ടോപ്പിൽ നമ്മൾ കോൺ ഷേപ്പിൻ്റെ ടോപ്പിൽ ആ ലൈൻ, അത് ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത് ആ ലൈൻ വരെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന, നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഉള്ള കട്ടിങ്ങിന് വീതി കൂടുതലായിരിക്കും, അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 0.2 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ മതി ഇതിൻ്റെ ഒരു വീതി. ഇനി ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ പേപ്പർ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ല, ഇതിലിപ്പോൾ ഓരോ മാർക്ക് വീണുണ്ടല്ലോ. അപ്പോൾ എത്ര ഇതിൽ കാണാം, 1 2 3 4 5 6 7 8. അപ്പോൾ ഇതിൻ്റെ ഈ ലൈനിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒരു കട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കോൺ ഷേപ്പിലാക്കി നമ്മളിതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ കോൺ ഷേപ്പ് ആക്കുക. ഇനി അതവിടെ സ്റ്റിക്ക് ചെയ്യാം. നല്ല രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഇതേപോലത്തെ കോൺ ഷേപ്പ് കിട്ടും. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിസർ വെച്ച് ഇതിനെ ബാക്കിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പെറ്റലിൻ്റെ ഷേപ്പിൽ അതിങ്ങനെ ബെൻഡായി കിട്ടും. ഇപ്പം നല്ല വൈറ്റ് ഫ്ലവർ കിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്കെച്ച് പെൻ എടുക്കാം, അല്ലെങ്കിൽ ജെൽ പെൻ, അല്ലെങ്കിൽ ഗ്ലിറ്റർ പെൻ, മാർക്കർ, എന്ത് വേണമെങ്കിലും എടുക്കാം. നല്ല രീതിയിൽ നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ എല്ലാ 40 സർക്കിൾസും നമുക്ക് ഇതേപോലത്തെ ഷേപ്പിൽ ആക്കി വെക്കുക. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽ എടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ റെഡിയായി. ഇനി അടുത്ത വേസ്. അപ്പോൾ ചെറിയ ബോട്ടിലാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
മാത്രം മതി. അങ്ങനെ 2 പീസ്. ഇപ്പോൾ വലിയ ബോട്ടിലായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്യാണ്, അതിൻ്റെ ബോട്ടവും ഒരു ഭാഗം കട്ട് ചെയ്യാണ്. അങ്ങനെ ഫസ്റ്റ് ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ബോട്ടം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇത്ര തന്നെ ഉള്ള മെഷർമെൻറ്റിൽ നമ്മൾ ബോട്ടം പോർഷൻ നമ്മൾ കട്ട് ചെയ്യാണ്. അങ്ങനെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ഇതിന് ചെയ്യേണ്ടതെന്നല്ലേ? ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇതിൻ്റെ കഴുത്ത് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റരുത്, ഇങ്ങനെ ഓരോ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത്, അതായത് ഏകദേശം 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ കഴുത്ത് വരെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് കിട്ടുക. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ, ഫുള്ളായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ കഴുത്ത് വരെ അടപ്പിൻ്റെ തൊട്ട് താഴെ വരെ ഇങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ബോട്ടവും കട്ട് ചെയ്യണം. ഇനി ഇത് കട്ട് ചെയ്ത ശേഷം നമുക്കിതുപോലെയാണ് കിട്ടുക. ഇനി ഇതിനെ ഓരോ ലെയർ നമ്മൾ താഴ്ത്തി കൊടുക്കണം. കംപ്ലീറ്റ് താഴ്ത്തരുത്, ഇടവിട്ട് ഒരെണ്ണം താഴ്ത്തുക, ദ നെക്സ്റ്റ് താഴ്ത്തരുത്, അടുത്തത് വീണ്ടും താഴോട്ടേക്ക് ബെൻഡ് ചെയ്യുക, അതിൻ്റെ അടുത്തത് ബെൻഡ് ചെയ്യരുത്. അങ്ങനെ ഇടവിട്ട് ഓരോന്നായിട്ട് താഴ്ത്തി കൊടുക്കുക. കണ്ടില്ലേ, ഒരെണ്ണം പൊങ്ങിയിട്ടിരിക്കണം, ഒരെണ്ണം താഴ്ന്നിരിക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ അറ്റം നമ്മൾ മടക്കി കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും അറ്റത്താണ് പറയുന്നത് 1 സെൻറ്റിമീറ്റർ പുറമേ ആയിട്ട്, ഉള്ളിലേക്കായിട്ടല്ല, പുറമേ ആയിട്ട് ഇതേപോലെ കണ്ടില്ലേ, ഇങ്ങനെ ബെൻഡ് ചെയ്യാം. അങ്ങനെ എല്ലാം ബെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അറ്റവും നമ്മൾ പുറമേ ആയിട്ട്, അതിൻ്റെ അറ്റം 1 സെൻറ്റിമീറ്ററിൽ പുറത്തായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടോപ്പിലത്തെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ബോട്ടം പീസും ഇതേപോലെ ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലെയേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഇരിക്കും, നമ്മൾ ഇങ്ങനെ ഇരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരെണ്ണത്തിനെ താഴ്ത്തുക, ഒരെണ്ണം പൊങ്ങി നിൽക്കണം. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക, ഇടവിട്ട് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി മറ്റതിന് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അറ്റവും 1 സെൻറ്റിമീറ്റർ പുറമേ ആയിട്ട് ബെൻഡ് ചെയ്യാം. അങ്ങനെ ചുറ്റും നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുത്തു, മുകളിലത്തും താഴത്തും ഒക്കെ ബെൻഡ് ചെയ്യണം. ഇനി ഇവിടെയാണ്, ഈ ബെൻഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഫ്ലവർ ഒട്ടിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒട്ടുന്ന എന്തെങ്കിലും നല്ല ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ഫെവിക്കോൾ ആകുമ്പോൾ നമുക്ക് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണാകുമ്പോൾ എളുപ്പത്തിൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. ഓരോ ഫ്ലവറും നമ്മൾ ഇതേപോലെ എല്ലാം ബെൻഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ഒരു ലെയർ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പാണ് ചെയ്യുന്നത്.
താഴത്തെ ഭാഗത്ത് കംപ്ലീറ്റ് നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഇതേപോലെ ഇരിക്കും. അതങ്ങനെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിലത്തെ ഭാഗം കൂടെ നമ്മൾ ടോപ്പിലും ബോട്ടും ആയിട്ട് എല്ലാ ലെയറിൻ്റെ മുകളിലും നമ്മൾ ബെൻഡ് ചെയ്ത ഭാഗത്ത് ഫ്ലവർ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളിതാ ഈ ഒരു ടോപ്പിലത്തെ ഭാഗത്തും നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇത്രയും കൂടെ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇതിനൊരു സ്റ്റാൻഡ് വേണ്ടേ. ഇതിവിടെ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഞാനിപ്പോൾ CD ആണ് എടുക്കുന്നത്. അപ്പോൾ CD മാത്രം പോരാ, CDയുടെ മുകളിൽ നമുക്ക് വേറൊരു ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം കൂടെ നമുക്ക് വേണം. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കുക. സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പെടുത്ത് കളഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അടപ്പെടുക്കാൻ പറ്റില്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ ഒട്ടിക്കാൻ പറ്റുവാണെങ്കിൽ ഒട്ടിക്കാം. ഞാനിപ്പോൾ അടപ്പ് മാറ്റിയിട്ടാണ് ഇതിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അടപ്പ് മാറ്റി അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആദ്യം നമ്മൾ ഫ്ലവർ ഒട്ടിച്ച ബോട്ടം പോർഷൻ ആദ്യം ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷൻ ബോട്ടം പോർഷൻ ആദ്യം ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. അടപ്പ് മാറ്റിയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്താണ് നമ്മൾ ടോപ്പ് പോർഷൻ കൂടെ ഒട്ടിക്കേണ്ടത്, ഫ്ലവർ ഒട്ടിച്ച ശേഷമുള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ ഒട്ടിക്കാത്ത ഒരെണ്ണം നിങ്ങൾക്ക് എടുത്ത് സാമ്പിൾ കാണിച്ചു തരികയാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കേണ്ടത്. ആദ്യം ബോട്ടം ഒട്ടിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ ഉള്ളിലാക്കിയിട്ട് ടോപ്പ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫ്ലവർ വേസ് നല്ല സൂപ്പർ ഫ്ലവർ വേസ് ആണല്ലോ. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ ഇതുപോലെ എനിക്ക് പല കുട്ടികളും ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള 3 പിക്ചേഴ്സ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാണ്. ഒരെണ്ണം സുനിലാണ്. നമ്മൾ ഓണം സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ എമിൽ റോസ്, പിന്നെ അഞ്ജലി. അപ്പോൾ ഇത്രയും കുട്ടികളൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. അത് ഇതുപോലെ ഇനിയും നിങ്ങൾ അയച്ചു തരിക. ഓക്കെ, ട്രൈ ചെയ്തിട്ട് അയച്ചു തരാം. അപ്പോൾ വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.